ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കുന്നത് ആര്യ വർക്കിലെ ബേസിക് സ്റ്റിച്ചായ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു മെഷീൻ ത്രെഡാണ്. നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ മെഷീൻ ത്രെഡ് വെച്ചിട്ടാണ് ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ആര്യ വർക്ക് ചെയ്യുമ്പോൾ ഈ ത്രെഡ് നമ്മളെ ലെഫ്റ്റ് ഹാൻഡിലും അതേപോലെ നമ്മളെ ആര്യ വർക്കിൻ്റെ നീഡിൽ നമ്മളെ റൈറ്റ് ഹാൻഡിലുമാണ് എപ്പോഴും ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലുള്ള ഈ ത്രെഡ് എങ്ങനെയാണ് നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മെഷീൻ ത്രെഡിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ നോട്ടിട്ട ഭാഗം നമ്മളിതാ ഈ തള്ളവിരലുണ്ടല്ലോ, ഈ തള്ളവിരലിൻ്റെയും നമ്മളുടെ നടുവിരലിൻ്റെയും നടുക്കായിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ചൂണ്ടുവിരലുണ്ടല്ലോ, ചൂണ്ടുവിരലിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ചുറ്റിയിട്ട് ഈ നോട്ടിട്ട ത്രെഡിൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിക്കാം. ഇതാ കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ്, അതായത് നമ്മൾ എംബ്രോയ്ഡറി സ്റ്റാൻഡിൻ്റെ അടിഭാഗത്ത് വെക്കേണ്ടത്. നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മളെ കൈ ഇങ്ങനെയായിരിക്കും വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഈ നീഡിൽ താഴേക്ക് കുത്തി ഇറക്കുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ മുകളിൽ കാണുന്ന ഈ ത്രെഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ അടുത്ത് ജസ്റ്റ് നമ്മളെ ഈ വിരലുമായിട്ടൊന്ന് ഇതിൻ്റെ ഹുക്കിനെ ഒന്ന് ടച്ച് ചെയ്ത് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കുക. കയറ്റി കൊടുക്കുമ്പോൾ നമ്മളെ ഹുക്ക് ഏരിയയിൽ നിന്ന് ഇങ്ങനെ കുടുങ്ങി വരും. ഇപ്പോൾ ഈ കുടുങ്ങിയിരിക്കുന്നത് നമ്മളുടെ നോട്ടിട്ട് വെച്ചിരിക്കുന്ന ത്രെഡാണ്. നോട്ടിട്ട് വെച്ചിരിക്കുന്ന ത്രെഡാണ് എപ്പോഴും ഈ മുകൾ ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഈ ത്രെഡിനെയാണ് നമ്മൾ ഹുക്കിലിട്ടിട്ട് മുകളിലേക്ക് ഒരു ചെയിൻ ഇടാൻ വേണ്ടി വലിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മുകൾ ഭാഗത്ത് എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് വരുന്നതെന്ന് ഒന്ന് നോക്കാം. ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എൻ്റെ വിരലിൻ്റെ ഒരു ഷേഡോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസൈന് മുകളിൽ നിന്ന്, അതായത് ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്നത് മുകളിൽ നിന്ന് താഴേക്കായിരുന്നെങ്കിൽ നമ്മൾ ഈ ഹുക്ക് ഉണ്ടല്ലോ, ആ ഹുക്ക് നമ്മളെ നേർക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിന് പകരം നമ്മൾ താഴേന്ന് മുകളിലേക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് പോകുന്നതെങ്കിൽ ഹുക്ക് നേരെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വെക്കുക. ഇപ്പം ഞാൻ ചെയ്യുന്നത് മുകളിൽ നിന്ന് താഴേക്കാണ്. അപ്പോൾ ഇതാ ഈ നീഡിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലോത്ത് നിന്ന് കുത്തിയിറക്കി കൊടുക്കുക. ഇങ്ങനെ കുത്തിയിറക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ നോട്ടിട്ടിരിക്കുന്ന ത്രെഡ് നമ്മൾ അടിയിൽ നിന്നൊന്ന് ഈ നീഡിൽ കുത്തി എടുത്തിട്ട് ഇങ്ങനെ പൊക്കുന്ന ടൈമിൽ നമ്മൾ നീഡിൽ പ്രാക്ടീസിൽ പറഞ്ഞതുപോലെ ഒന്ന് ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക്, അപ്പോൾ ഇതാ ഈ ലൂപ്പ് നമുക്ക് കിട്ടും. ഈ കിട്ടി കഴിയുമ്പോൾ നമ്മൾ അടിയിലത്തെ കയ്യിലുള്ള നോട്ടിട്ട ത്രെഡ് ഒന്ന് ജസ്റ്റ് വിട്ട് കൊടുക്കുക. അപ്പോൾ ലോങ് ത്രെഡ് നമ്മളിങ്ങനെ അടിയിലത്തെ ലോങ് ത്രെഡ് നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു ലൂപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്നിട്ടാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ലെങ്ത്തിലുള്ള ചെയിൻ ഇട്ട് പഠിക്കുക. ഇങ്ങനെ താഴേക്ക് കുത്തിയിറക്കുക. അടിയിൽ നിന്ന് ജസ്റ്റ് ഇതാ ഈ ത്രെഡ് ലോങ് ത്രെഡ് ഇത് അങ്ങനെ ചുറ്റുന്നത് നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. എന്നിട്ട് പൊക്കുന്ന ടൈമിൽ ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് വീണ്ടും കുത്തിയിറക്കുക. അടിയിൽ നിന്ന് ത്രെഡ് ഒന്ന് നീഡിൽ ചുറ്റി കൊടുക്കുക, ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക്. ഇങ്ങനെയാണ് നമ്മൾ ചെയിനിട്ട് പോകുന്നത്. ഈ ഒരു മോഷൻസ്, അതായത് ഈ ഒരു മൂവ്മെൻറ്റ് നമ്മൾ ഓർത്ത് വെക്കുക. അപ്പോൾ അത് ചെയ്യുന്ന കൂടെ തന്നെ നമ്മൾ അടിയിലുള്ള ത്രെഡിനെ നീഡിലായിട്ട് ചുറ്റി കൊടുക്കാൻ മറന്നു പോകരുത്. ഓക്കെ, നമ്മൾ ഫസ്റ്റിലൊക്കെ ഈ ചെയിൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ കുറച്ച് വലിയ ചെയിനിട്ട് പഠിക്കുക. കുറച്ചൊന്ന് നമുക്ക് പ്രാക്ടീസ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ചെയിനിൻ്റെ ലെങ്ത്ത് കുറച്ച് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഫ്രണ്ട് സൈഡിൽ ചെയിൻ സ്റ്റിച്ച് കാണുന്നത്. ഇതിപ്പോൾ മെഷീൻ ത്രെഡ് ചെയ്തതുകൊണ്ടാണ് നമുക്കിത് ചെയിനായിട്ട് തോന്നാത്തത്. നമ്മൾ സെറി ത്രെഡൊക്കെ യൂസ് ചെയ്ത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഹാൻഡ് വർക്കിൽ ചെയ്യുന്ന അതുപോലെ തന്നെയുള്ള ചെയിൻ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആര്യ വർക്കിൻ്റെ ബേസിക് സ്റ്റിച്ചായ ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ടത്.